2016 ജൂണിലെ ആ ബുധനാഴ്ച നെയ്യാറ്റിൻകരക്കാർ അങ്ങനെ മറക്കാൻ സാധ്യതയില്ല. കാഞ്ഞിരംകുളത്തുനിന്ന് വിവാഹാഘോഷത്തിൽ പങ്കെടുത്ത് ജീപ്പിൽ മടങ്ങിയ മദ്യപസംഘം കമുകിൻകോടിന് സമീപം അവണാകുഴിയിൽ 4 പേരെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അവണാകുഴി ജംഗ്ഷനിലെ ഹമ്പ് ചാടിയെത്തി ഒരു ബൈക്കിനെയും ഒരു ഓട്ടോറിക്ഷയെയും ജീപ്പ് ഇടിച്ചു തെറിപ്പിക്കുന്നു. ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ശശീന്ദ്രൻ, ഓട്ടോറിക്ഷ ഓടിച്ചു വന്ന യോഹന്നാൻ, ഓട്ടോയിൽ യാത്രക്കാരായിരുന്ന ബെനഡിക്റ്റ്, സരോജം എന്നിവരെ ഇടിച്ചു കൊല്ലുന്നു. റോഡിനടുത്തു നിന്നിരുന്ന 83 വയസ്സുള്ള യശോദയെ ഇടിച്ചു തെറിപ്പിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുന്നു. നാടിനെ തന്നെ ഞെട്ടിച്ച അപകടം. 4 കുടുംബങ്ങളുടെ അത്താണികൾ ഒറ്റ രാത്രിയിൽ മരിച്ചു വീഴുന്നു. പാപ്പനംകോട് KSRTC ഡിപ്പോയിലെ മെക്കാനിക്കും സുഹൃത്തുക്കളായ ജീവനക്കാരുമായിരുന്നു ജീപ്പിലെ യാത്രക്കാർ. മദ്യപിച്ച് ലക്കുകെട്ട നേമം സ്വദേശി വിജയകുമാറും സുഹൃത്തുക്കളുമായിരുന്നു ജീപ്പിൽ. സംഭവസ്ഥലത്ത് ജീപ്പ് അടിച്ചു തകർത്ത നാട്ടുകാർ വിജയകുമാറിനെ കൈകാര്യം ചെയ്ത ശേഷം പോലീസിന് കൈമാറുന്നു. സംഭവസ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെട്ട കൂട്ടുകാരെ ഓരോരുത്തരെയായി CI സന്തോഷ് പിടികൂടുന്നു. 8 വർഷങ്ങൾക്കിപ്പുറം അതേ ജൂൺ മാസത്തിൽ 2 ദിവസം മാത്രം വ്യത്യാസത്തിൽ ഇന്നലെ വ്യാഴാഴ്ച ദിനത്തിൽ വിജയകുമാർ സംഭവത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ട് ജീപ്പ് ഓടിച്ചിരുന്ന വിജയകുമാറിന് 10 വർഷം തടവും 1,25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കൂടെയുണ്ടായിരുന്നവർക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തിയെങ്കിലും കോടതി വെറുതെ വിട്ടു. നാടിനെ തന്നെ നടുക്കിയ സംഭവത്തിൽ ഇത്തരം പ്രവൃത്തികൾ നാട്ടിൽ തുടരെ നടക്കുന്നുവെന്ന് കണ്ടെത്തിയ കോടതി പൊതുസമൂഹത്തിന് മാതൃകാപരമായ സന്ദേശം നൽകിയാണ് അഡീഷണൽ ജില്ലാ ജഡ്ജി MM ബഷീർ വിധി പ്രസ്താവിച്ചത്. നെയ്യാറ്റിൻകര ഇൻസ്പെക്ടറായിരുന്ന G സന്തോഷ് കുമാറാണ് അന്വേഷണം നടത്തിയത്. പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല A അജികുമാർ പ്രോസിക്യൂഷനു വേണ്ടി കോടതിയിൽ ഹാജരായി. ടൈം ബി ന്യൂസ്, നെയ്യാറ്റിൻകര.